നീ എന്താ നോക്കിയിരിക്കണത്? തുടങ്ങടാ. ശരിക്കും എന്താ സംഭവിച്ചത്? ഒരിക്കലും ഹേമ കമ്മിറ്റി അമ്മയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായിട്ടോ അല്ല. പക്ഷെ മാധ്യമങ്ങൾ ഞങ്ങളൊരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളൊരു ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അതിയായ ദുഃഖം തോന്നുന്നുണ്ട്. നടൻ സിദ്ദിഖിനെതിരെ ഗുരുതരാരോപണവുമായി യുവനടി രേവതി സമ്പത്ത് രംഗത്ത്. സിദ്ദിഖ് തന്നോട് മോശമായി പെരുമാറിയെന്നും +2 കഴിഞ്ഞ സമയത്താണ് മോശം ദുരനുഭവം ഉണ്ടാകുന്നതെന്നും വെളിപ്പെടുത്തൽ. ഈശ്വര, അപ്പൊ അടി ഉറപ്പായി. ഓപ്പണിംഗും ക്ലോസിംഗ് ഇന്ന് തന്നെയാവോ മുതലാളി? കാര്യം അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കാര്യം. ഹി ഹിംസെൽഫ് ഇസ് എ ക്രിമിനൽ. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും ഒന്ന് അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്. നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. കാലമൊക്കെ മാറിയിരിക്കണം നമ്പീശ. കലികാല ഇപ്പൊ. അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്പീശം വേണം ആശ്വസിപ്പിക്കാൻ. കാര്യം എനിക്ക് ആദ്യം ഇതിങ്ങനെ നമ്മളെ ഫീഡിൽ ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് ഇങ്ങനെ പോകുന്ന സമയത്തും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ സ്കിപ്പ് ചെയ്ത് കളയുമായിരുന്നു കാര്യം. പക്ഷെ മാധ്യമങ്ങൾ ഞങ്ങളൊരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളൊരു ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അതിയായ ദുഃഖം തോന്നുന്നുണ്ട്. എന്താടാ ഒരു ചേർച്ചയില്ലായ്മ? അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാറേ. ഇദ്ദേഹം എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തപ്പോൾ എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത്, ഹീസ് ആൻ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ലേ? അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പല നിർദ്ദേശങ്ങൾക്കും ഞങ്ങൾക്ക് തന്നെയാണ് ഗുണകരമാവുന്നത്. അതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി തന്നെ മിസ്റ്റർ സിദ്ദിഖിന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാണ്. കാര്യം എനിക്ക് ആണ്ട ബാധ കൊണ്ടേ പോവും. നിങ്ങൾ അങ്ങോട്ട് ചെന്നൊന്ന് ഗുണദോഷിക്ക് മനുഷ്യ, അല്ലെങ്കിൽ ഈ തറവാട് കുളം തോണ്ടും. ആ സംഘടന എന്ന സോക്കോൾഡ് സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വന്നിരുന്നു കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ ഇതൊക്കെ സ്വാഗതാർഹമാണ്, ഇതൊക്കെ പേരൊക്കെ പുറത്തു വരണം എന്നൊക്കെ പറയാൻ ഇയാൾക്ക് എത്രമാത്രം തൊലിക്കെട്ടിയാകും രേവതി? വല്ലാത്തൊരടിയായിപ്പോയി. എന്നെല്ലാം മുട്ടും. നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അപ്പൂപ്പൻ്റെ അത്ര വയസ്സുള്ള ഒരു മനുഷ്യൻ മോളെ എന്ന് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു. പിന്നെ മാടപ്രാവിന്റെ മനസ്സാണെങ്കിലും കോഴിപ്പൂവന്റെ സ്വഭാവം. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് ഇതൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് എന്ന് ഇതൊക്കെ പറയുമ്പോൾ ഇത്രത്തോളം അവയർനെസ് മിസ്റ്റർ സിദ്ദിഖിന് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ അത്ഭുതം. ഇനി കുറെ കാലത്തേക്ക് വടംവലി പോയിട്ട് ഡ്രൈവിംഗ് ചെയ്യാൻ പോലും പറ്റുകയില്ല. ഒരു ഹോൺ അടിക്കാനെങ്കിലും പറ്റുമോ വൈദ്യരെ? ഒരു തിരിയിട്ട ഉമ്മറത്ത് വിളക്കായി കത്തിച്ചു വയ്ക്കാം.